പാപങ്ങളുടെ അനന്തരഫലമായി പണ്ഡിതന്മാർ എണ്ണിയ അടുത്തൊരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടുക്കൽ നമുക്ക് സ്ഥാനമില്ലാതെയാകുമെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം അത് നിന്ദ്യരായ അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ്. കാരണം ഹസനുൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹാനു അലൈഹി ഫഅസൗഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ അവരുടെ സ്ഥാനം വളരെ നിന്ദ്യമായ സ്ഥാനമായി. അതുകൊണ്ട് അവർ തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. വലൗ അസ്സു അലൈഹി ലഅസമഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് സ്ഥാനമുണ്ടായിരുന്നുവെങ്കിൽ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിലയുള്ള ഒന്നായിരുന്നു അവർ എങ്കിൽ അവരെ അള്ളാഹു ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമായിരുന്നു എന്ന്. അതായത് അള്ളാഹുവിന് വിലയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ എങ്കിൽ അള്ളാഹു നമ്മളെ സംരക്ഷിക്കും. തെറ്റുകുറ്റങ്ങളിൽ നിന്നൊരു പ്രത്യേക സംരക്ഷണം അള്ളാഹു നമുക്ക് നൽകുമെന്നാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല അദ്ദേഹം. വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട് സൂറത്തുൽ ഹജ്ജിൽ, വമൻ യുഹിനില്ലാഹു ഫമാ ലഹു മിൻ മുക്രിം, അള്ളാഹു ഒരുത്തനെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ ആരാണ് അവനെ ആദരിക്കാനുള്ളത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചോദിച്ചതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വരുത്തി വെക്കുന്ന വലിയൊരു അപകടകരമായൊരവസ്ഥയാണ്. അടുത്തൊരു കാര്യമായി പണ്ഡിതന്മാരെണ്ണിയത്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി എന്താണ് നാളേക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്, പരലോക ജീവിതത്തേക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു അറിയുന്നവനാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നുപോയ ഒരു വിഭാഗത്തെ പോലെ നിങ്ങളാകരുത്. എന്താണ് അള്ളാഹുവിനെ മറന്നു കളഞ്ഞാലുള്ള പ്രശ്നം? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മറന്നു പോയാൽ, അവൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹു അവരെ അവരുടെ സ്വന്തം വിഷയത്തിൽ തന്നെ മറപ്പിച്ച് കളയുമെന്നുള്ളതാണ്. സ്വന്തം വിഷയത്തിൽ തന്നെ അള്ളാഹു അവരെ മറപ്പിച്ച് കളയും എന്ന് വെച്ചാൽ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം എല്ലാം ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞതായി കാണാം, ഒരു വ്യക്തി ആ വ്യക്തിയുടെ ദുനിയാവിൽ ആ വ്യക്തി രക്ഷപ്പെടാനും ആ വ്യക്തി അവൻ്റെ ജീവിതം നല്ലതായി സാമ്പത്തിക ലെവലും എല്ലാം നല്ലതായി തീരാൻ അവനെ സഹായിക്കുന്ന അവൻ്റെ ഒരു കൃഷിയിടമുണ്ട് എങ്കിൽ, അവൻ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് എങ്കിൽ, ആ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അവൻ എന്തൊക്കെയാണോ വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് അള്ളാഹു അവനെ മറപ്പിച്ച് കളയുമെന്നാണ്. കാരണം അത് അള്ളാഹുവിനെ അവൻ മറന്നതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അവൻ മറന്നതുകൊണ്ട് സ്വന്തത്തിന് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് അള്ളാഹു നമ്മെ മറപ്പിച്ചത്. നമുക്ക് തന്നെ ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. അതായത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ പല നഷ്ടവും നമുക്കുണ്ടാവാറുണ്ട്, അല്ലേ? ഇതെല്ലാം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഭാര്യനെ കുറ്റപ്പെടുത്തേണ്ട, ഉമ്മാനെ കുറ്റപ്പെടുത്തേണ്ട, മക്കളെ കുറ്റപ്പെടുത്തേണ്ട, ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ ഫലമായിട്ട് സംഭവിക്കുന്നതുമായിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തൊരു പാപങ്ങളുടെ അനന്തരഫലമായിട്ട് പണ്ഡിതന്മാർ എണ്ണിയ കാര്യമാണ്, നമ്മുടെ സ്വന്തം നഫ്സിൽ അള്ളാഹു കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരവസ്ഥ തരുമെന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്കറിയാം, ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ കുറഞ്ഞ ഒന്നുകൊണ്ട് തൃപ്തിപ്പെടുന്നവരല്ല. ഇപ്പോൾ ഒരു
വാഹനമെടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അവൻ്റെ ആ ബഡ്ജറ്റിൽ, ആ സാമ്പത്തിക ലെവലിൽ അവൻ്റെ കയ്യിലുള്ള ആ പൈസക്ക് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഓപ്ഷനും സംഭവം എല്ലാമുള്ള യോജിച്ച ഒരു വാഹനമെടുക്കാനേ അവൻ ശ്രമിക്കുള്ളൂ, അല്ലേ? ഏതൊരു കാര്യമായാലും ദുനിയാവിൻ്റെ എന്തൊരു വിഷയത്തിൽ നമ്മൾ ഇടപെട്ടാൽ ആ മേഖലയിൽ, ആ ഇനത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള വസ്തുവാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. പക്ഷേ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അള്ളാഹു ദീനിൻ്റെ വിഷയത്തിൽ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരവസ്ഥ നമുക്കുണ്ടാക്കി തീർക്കുമെന്നുള്ള. എന്ന് പറഞ്ഞാൽ എന്താണ് കുറഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞാൽ? ഒരു മാസം കൊണ്ട് ഖുർആൻ മുഴുവൻ ഒരു തവണ ഓതി തീർക്കുക എന്നുള്ളത് നിസ്സാരമായ കാര്യമാണ്. അതുതന്നെ നിസ്സാരമായ കാര്യമാണ്. പക്ഷേ നമുക്ക് ഒരു ദിവസം ഒരു ജുസ് വെച്ച് ഓതിയാലാണ് ഒരു മാസം ഖുർആൻ മുഴുവൻ ഓതി തീർക്കാൻ പറ്റുക. പക്ഷേ അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ കൊണ്ട് ഒരു പക്ഷേ എങ്ങനെയാക്കും? ഒരു ദിവസം ഒരു പേജ് ഓതിയാൽ തന്നെ അതെന്തോ വലിയ കാര്യമായി തോന്നിക്കും. ഒരു ദിവസം ഒരു പേജ് ഓതിയാൽ തന്നെ ആ കുറഞ്ഞത് കൊണ്ട് മതിയാകുന്ന അവസ്ഥ. സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ സുന്നത്ത് നോമ്പുകൾ, മറ്റു സുന്നത്തായ സൽക്കർമ്മങ്ങൾ, രാത്രി നിസ്കാരം, ഇതുപോലെയുള്ള പല കാര്യങ്ങളും അള്ളാഹു കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കി തീർക്കും. ഇപ്പം റമദാൻ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു, റമദാനിൽ നമ്മൾ രാത്രി നിസ്കരിച്ചു, 1 മണിക്കൂർ തറാവീഹാണ് നമ്മൾ നിസ്കരിച്ചത്. അതെല്ലാം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ നിസ്കരിക്കാമായിരുന്നു. പക്ഷേ കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടായിത്തീർന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമ്പത്ത് നമ്മൾ ചിലവഴിച്ചു. റമദാൻ എത്ര ചിലവഴിച്ചു? നമ്മുടെ സമ്പത്തിൻ്റെ എത്ര ശതമാനം നമ്മൾ ചിലവഴിച്ചു? കുറച്ച് ചിലവഴിക്കുമ്പോഴേക്കും നമുക്ക് നാം എന്തോ ചെയ്തു എന്നുള്ള രൂപത്തിലുള്ള ഒരവസ്ഥ, ദുനൂവ്, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുന്നൊരവസ്ഥ അള്ളാഹു നമുക്കുണ്ടാക്കി തീർക്കുമെന്നുള്ളതാണ്. അടുത്തൊരു കാര്യമായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, ദീനിൻ്റെ ഇൽമ് നമുക്ക് തടയപ്പെടുമെന്നുള്ളതാണ്. എത്ര ക്ലാസ്സിലിരുന്നാലും, എത്ര തന്നെ പഠിക്കാൻ പരിശ്രമിച്ചാലും, എത്ര സമയം ചെലവഴിച്ചാലും ഇൽമ് കിട്ടാത്ത അവസ്ഥ. ഒരുപാട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നു, ക്ലാസ് നോട്ട് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്, അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്, എല്ലാം പരിശ്രമം നടത്തുന്നുണ്ട്, പക്ഷേ അറിവ് കിട്ടുന്നില്ല. പരിശോധിക്കേണ്ടതാണ് നമ്മൾ, ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇൽമ് നമുക്ക് തടയപ്പെടാൻ ഉള്ള കാരണം നമ്മുടെ പാപങ്ങളായിരിക്കാം. കാരണം ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, പലപ്പോഴും നിങ്ങൾ കേട്ടതായിരിക്കും, നല്ലൊന്നുകൂടി പറയുന്നു എന്ന് മാത്രം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇമാം മാലിക്കിൻ്റെ ശിഷ്യനാണ്. ഇമാം മാലിക്കിൻ്റെ അടുക്കൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ വന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പഠിക്കുന്ന സമയത്ത് കിതാബ് അദ്ദേഹത്തിന് മുന്നിൽ ഖിറാഅത്ത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇമാം മാലിക്കിന് അത്ഭുതമായി. കാരണം ഇമാം ഷാഫിയുടെ ആ വിഷയത്തിലുള്ള കഴിവും അദ്ദേഹത്തിൻ്റെ ആ ഹിഫ്ദിലുള്ള ഖുവ്വത്തും എല്ലാം കണ്ട് ഇമാം മാലിക്കിന് അത്ഭുതമായി. ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞു, ഇന്നി അറല്ലാഹ ഖദ് അൽഖാ അലാ ഖൽബിക നൂറ. അള്ളാഹു മോനെ, നിൻ്റെ മനസ്സിൽ അള്ളാഹു ഒരു പ്രകാശമിട്ടതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഫലാ തുത്ഫിഹു ബിദുൽമത്തിൽ മഅസിയ. നീ തെറ്റുകുറ്റങ്ങളുടെ അന്ധകാരം കൊണ്ട്, ഇരുട്ടുകൊണ്ട് ആ പ്രകാശത്തെ നീ കെടുത്തിക്കളയരുത് എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാ ഇമാം ഷാഫി റഹിമഹുല്ലയോട് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും, എന്താണ്, മുൻഗാമികളിൽപ്പെട്ട പല ഉലമാക്കളുടെയും അതല്ലെങ്കിൽ ചിലരുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അവരുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ, സഹപാഠികൾ, മറ്റു വിദ്യാർത്ഥികൾ പുസ്തകത്തിൽ എഴുതിയെടുത്ത് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കാര്യങ്ങൾ പലതും ചില പണ്ഡിതന്മാർ അവർ കിതാബിൽ എഴുതിയെടുക്കുക പോലും ചെയ്യാതെ ഒരു തവണ ക്ലാസ്സിൽ ഇരുന്നത് കൊണ്ട് മാത്രം അത് ഹിഫ്ളാക്കുകയും മനഃപ്പാടമാക്കുകയും ചെയ്യുന്ന അവസ്ഥ കണ്ടിട്ട് കൂടെയുള്ള വിദ്യാർത്ഥികൾ തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെ സാധിക്കുന്നത്?
ഞങ്ങൾ എഴുതിയെടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോലും പ്രയാസപ്പെടുന്ന കാര്യം താങ്കൾക്ക് ഇത്ര എളുപ്പമായി എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ മറുപടി ഇതാണ്. എന്താണ്? ഞാൻ എൻ്റെ നഫ്സിനെ ഹറാമുകളിൽ നിന്ന്, ഈ ഹിഫ്ളിനെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ തെറ്റുകുറ്റങ്ങൾ നമ്മൾ ദീൻ പഠിക്കാൻ എത്ര പരിശ്രമിച്ചാലും ആ അറിവ് നമ്മളിലേക്ക് കയറാൻ തടസ്സമുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൽമ് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ആത്മാർത്ഥമായിട്ട് നമ്മുടെ തേട്ടമുണ്ട് എങ്കിൽ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റേണ്ടതാണ്. അടുത്തൊരു കാര്യമായി പണ്ഡിതന്മാർ പറഞ്ഞത്, നമ്മൾ ചെയ്ത ജീവിതത്തിൽ ഇതുവരെ ചെയ്ത മുൻഗാമികളുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കിയാൽ നമ്മുടെ അമലുകൾ, നമ്മുടെ സൽക്കർമ്മങ്ങളൊന്നുമല്ല. ഏത് വിഷയമായിരുന്നാലും, നിസ്കാരമായിരുന്നാലും, നോമ്പായിരുന്നാലും, വിശുദ്ധ ഖുർആൻ്റെ പാരായണമായിരുന്നാലും, സ്വതക്കകളായിരുന്നാലും, എല്ലാം സലഫുകൾ ചെയ്ത അത്രമാത്രം അതിൻ്റെ എണ്ണവും വണ്ണവുമൊക്കെ നോക്കിയാൽ നമ്മൾ ചെയ്യുന്നത് വളരെ കുറവാണ്, യാതൊരു സംശയമില്ല. രാത്രി നിസ്കാരം, രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചിരുന്ന ഒരൊറ്റ ആയത്ത് മാത്രം പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥം ആലോചിച്ച് അത് തന്നെ ആവർത്തിച്ച് പാരായണം ചെയ്ത് കരഞ്ഞ് നിന്ന് നമസ്കരിക്കുന്ന മുൻഗാമികളാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ രാത്രി നമസ്കാരം ഇതുവരെ അങ്ങനെ നമസ്കരിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ സ്വതക്കകൾ സ്വന്തത്തെ മറന്നുകൊണ്ട് സ്വതക്ക ചെയ്ത ആളുകളായിരുന്നു സലഫുകൾ. അതുപോലെ നോമ്പ്, ഏത് മേഖല എടുത്താലും അവർ ചെയ്ത സൽക്കർമ്മങ്ങളോളം നമ്മളുടെ അമലുകൾ എത്തുകയില്ല, എണ്ണത്തിലെത്തുകയില്ല. വളരെ തുച്ഛമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ആ ചെയ്യുന്നത് തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന, അതിൻ്റെ പ്രതിഫലത്തെ ഇല്ലാതാക്കി കളയുന്ന മറ്റു പ്രവർത്തനങ്ങൾ നമ്മൾ കൂടി ചെയ്താലും ചെയ്യുന്ന അമലുകൾ വളരെ കുറവാണ്. എന്നാൽ ആ ചെയ്ത കുറവെങ്കിലും കൃത്യമായി റബ്ബ് സ്വീകരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ അതിനുകൂടി തടസ്സമുണ്ടാക്കുന്ന രൂപത്തിൽ ആ പ്രതിഫലത്തെ ഇല്ലാതാക്കി കളയുന്ന തിന്മകൾ നമ്മൾ ചെയ്യണമെങ്കിൽ എന്താണ് അവസ്ഥ? അത് വളരെ പ്രയാസകരമായ അവസ്ഥയാണ്. അങ്ങനത്തെ സന്ദർഭങ്ങളുണ്ട് എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം. എന്താണ്? നാളെ പരലോകത്ത് ചില ആളുകൾ വരും. എന്താണ്? തൗബാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നതാണ്, ഞാൻ നിനക്കൊരു വിഭാഗം ആളുകളെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാം. യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ. അവർ നാളെ പരലോകത്ത് ചില പ്രവർത്തനങ്ങളായിട്ട് വരും. എങ്ങനത്തെ പ്രവർത്തനങ്ങളാണ്? അംസാലി ജിബാലി തിഹാമ പർവ്വതം കണക്കെയുള്ള, വലിയ പർവ്വതം കണക്കെയുള്ള പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങളുമായി അവർ വരും. പക്ഷേ ഫയജ്അലുഹല്ലാഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. അതിനെ അള്ളാഹു ധൂളികളാക്കി പറത്തിക്കളയും, ഒന്നിനും പ്രതിഫലമില്ലാത്ത അവസ്ഥയിലാക്കി കളയും അള്ളാഹു സുബ്ഹാനഹു വ തആല. സുബ്ഹാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, എന്താണ് അവരുടെ വിശേഷണങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഞങ്ങളതിൽ പെട്ടുപോകാതിരിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. വമിൻ ജിൽദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, അവർ നിങ്ങൾ രാത്രി നിന്ന് നിസ്കരിക്കുന്നത് പോലെ തന്നെ അവരും രാത്രി നിന്ന് നിസ്കരിക്കുന്നവരാണ്. പക്ഷേ വലാകിന്നഹും അഖ്വാമുൻ ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഹഖൂഹാ. അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ ഹറാം ചെയ്യാനൊരവസരം ലഭിക്കുകയും ചെയ്താൽ അവരതിൽ മുഴുകുന്നവരാണ് എന്നാണ് പറഞ്ഞത്. ഇത് ഒരിക്കലും നമ്മൾ എന്ത് വിചാരിക്കരുത്, ഒരു റൂമിൽ ഒറ്റക്ക് അടച്ചിട്ടിരുന്ന് നമ്മൾ ചെയ്യുന്ന ഹറാമുകൾ, തിന്മകൾ, ആരും കാണാതെ ചെയ്യുന്ന തിന്മകൾ മാത്രമാണ് എന്ന് വിചാരിക്കരുത്. ഇവിടെ പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് സൂക്ഷ്മമായി പറഞ്ഞ കാര്യമാണ്. ആളുകൾ ഒരുമിച്ച് ഉള്ള, ആളുകൾക്കിടയിൽ ഉള്ള സമയത്താണ് എങ്കിലും ഈ പരിധിയിൽ വരുന്ന ചില തെറ്റുകൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുമിച്ച് നടന്നു പോവുകയാണ്. ആ പോകുന്ന സമയത്ത്
10 ആളുകൾ നടന്നു പോവുകയാണ് എങ്കിൽ അതിലൊരുത്തൻ അവൻ്റെ കണ്ണുകൊണ്ട് പുറത്ത് കാണുന്ന ഹറാമിലേക്ക് നോക്കുന്നുണ്ട് എങ്കിൽ അത് അവൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും അറിഞ്ഞിട്ടില്ല. ബാക്കി 9 പേരും അറിഞ്ഞിട്ടുണ്ടാവും. അറിയോ? എങ്ങനെ അറിയാനോ? നമ്മൾ ഒരു ഹറാമിലേക്ക് നോക്കുന്നത് നമ്മളെ അറിയുള്ളൂ, ബാക്കി ആര് കാണാനാണ്? അതിൽ പെടുമെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ പരിധിയിൽ അത് പെടുമെന്നാണ്. കാരണം രഹസ്യമാണത്. പ്രത്യക്ഷത്തിൽ പരസ്യമാണ് എങ്കിലും അതിൻ്റെ ഹുക്കുമ് രഹസ്യമാണ്. കാരണം എന്താണ്? ആരും അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അപകടകരമായ കാര്യം ഈ സാധനം. ഇത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ 82% ഇതിൽ ഖൈറാണ്. 82% ഇതിൽ ഉപകാരമുള്ള കാര്യങ്ങളാണ്. ദീനിയായിട്ട് നോക്കിയാലും ദുനിയാവിൻ്റെ കാര്യങ്ങളായിട്ട് നോക്കിയാലും 82% ഖൈറാണിതിൽ, ഗുണമുള്ള കാര്യങ്ങളാണ്. 18% എന്തുള്ളൂ? മോശമായ ഷെറായ കാര്യങ്ങളുള്ളൂ. പക്ഷെ പ്രശ്നം എന്താണ്? 82% ജനങ്ങളും ഈ 18-ലാണ്. 82% ജനങ്ങളും ഈ 18-ലാണ്. ഈ വിശാലമായ നന്മകളുള്ള 82-ൽ 18% ജനങ്ങളേ ഉള്ളൂ. അതാണ് അവസ്ഥ. ഇത് വളരെ ഡേഞ്ചറാണ് ഈ ഉപകരണം. ഒരേ സമയം നമുക്ക് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാനും അതേസമയം നമ്മളെ ആഴത്തിലേക്ക് അധപ്പതനത്തിലേക്ക് തള്ളിയിടാനും ഈ ഒരൊറ്റ ഉപകരണം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മളൊന്ന് പരിശോധിച്ച് വയ്ക്കാൻ മതി. നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് എടുത്ത് പരിശോധിച്ച് വയ്ക്കാൻ മതി. നമുക്കെന്നെ അറിയാവുന്ന കാര്യമാണ്. കാരണം ഇത് ഇന്ന് അതല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വരെ അധികം സഹാബികളുടെയും താബികളുടെയും കാലഘട്ടത്തിലേക്കൊന്നും പോകേണ്ടതില്ല. ഈ തൊട്ടടുത്ത കാലഘട്ടങ്ങളിൽ വരെ നമ്മൾ കേട്ട് പരിചയിച്ച പല പണ്ഡിതന്മാരും, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പുള്ള പല പണ്ഡിതന്മാരും എല്ലാം എന്താണ്, അവർ എത്രയോ വർഷങ്ങളോ എത്രയോ ദൂരമുള്ള കിലോമീറ്റർ അകലെയുള്ള ലോകത്ത് ഒരേ ഒരു പ്രതി, ഒരൊറ്റ കോപ്പി മാത്രമുള്ള പുസ്തകം അവർ മുൻകാലഘട്ടങ്ങളിൽ ആ പുസ്തകം പഠിക്കാൻ വേണ്ടി അന്ന് പ്രിൻ്റ് എടുക്കാനുള്ള സംവിധാനമില്ലാത്തത് കൊണ്ട് അവിടെ പോയി ആ പുസ്തകം കൈകൊണ്ട് എഴുതിയെടുത്ത് അത് ചുമന്നു കൊണ്ടുവരുമായിരുന്നു എന്നാണ് അവരുടെ നാട്ടിലേക്ക്. എന്നാലോചിക്കുക, 400-500 പേജൊക്കെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയെടുത്തത് ചുമന്നു കൊണ്ടുവരുമായിരുന്നു. ഇന്ന് അവർ അത്ര കഷ്ടപ്പെട്ട വിഷയം നമുക്കിന്ന് ആ പുസ്തകത്തിൻ്റെ പേര് നെറ്റിലൊന്ന് അടിച്ചു കൊടുത്താൽ അവർ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡായി നമ്മളെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ വരും. എന്തൊരനുഗ്രഹം! എത്ര നന്ദി നമ്മൾ കാണിക്കണം ഇതിന്, ഈ വിഷയത്തിന്. അത്രമേൽ അള്ളാഹു എളുപ്പമാക്കി തന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ഗുണമാണ്, വലിയ ഗുണമാണ്. പക്ഷേ അതേസമയം ഇത് മോശമായും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും, ആരും കാണാതെ. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, ലോക്കുണ്ട്, എന്ത് സംവിധാനങ്ങളും അതിനു വേണ്ടി ആളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്, ഓഫറുകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞ പരിധിയിൽ നമ്മളും വരുന്നതാണ്. ഒരുപാട് പ്രവർത്തനം ഈ ഹദീസിൽ പറഞ്ഞു എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ രാത്രി നിന്ന് നിസ്കരിക്കുന്നത് പോലെ രാത്രി നിന്ന് നിസ്കരിക്കുന്നവരാണ് അവരെന്നാണ്. നമ്മൾ എത്ര പേർ രാത്രി നിസ്കരിക്കുന്നുണ്ട്? അങ്ങനെ നിസ്കരിക്കുന്നവരുടെ അവസ്ഥ വരെ ഇങ്ങനെയാണ്. അവർ ഇത്ര പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിലും രഹസ്യമായി ആരുമില്ലാത്ത സന്ദർഭത്തിൽ ഹറാമുമായി അവർ ചേർന്ന് വന്നാൽ ആ ഹറാം അവർ ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഇത്തരത്തിലുള്ള ഫിത്നകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ എന്താണ്, ധാരാളം സൽക്കർമ്മങ്ങളായി റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോയാലും എൻ്റെ തിന്മയുടെ തുലാസിൽ ഒരു തിന്മ പോലും തൂക്കപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് എന്ന്. അത് തിന്മ ഒന്നും ഉണ്ടാകാതിരിക്കും, ഹറാമുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഹദീസിൽ തന്നെ വന്നത് അങ്ങനെയാണല്ലോ. എന്താണ് നമുക്കറിയാം, നന്മകൾ കഴിവിൻ്റെ പരമാവധി ചെയ്യുക, തിന്മകൾ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കുക എന്നില്ല.
നന്മകളുടെ വിഷയത്തിൽ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ. കഴിവിൻ്റെ പരമാവധി, ഞാൻ പറ്റുന്നത്ര കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നന്മകളാണ്. കാരണം നന്മകൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നന്മകളും ചെയ്തു തീർക്കുക എന്നുള്ളൊരു പ്രയാസകരമായ കാര്യമായിരുന്നു. പക്ഷേ ഹറാമിൻ്റെ വിഷയത്തിൽ കഴിവിൻ്റെ പരമാവധി എന്നുള്ളൊരു ക്ലോസ് ഇല്ല. എന്താണ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹു, ഞാൻ എന്ത് വിരോധിച്ചോ അത് നിങ്ങൾ ഒഴിവാക്കാനാണ് പറഞ്ഞത്. പക്ഷേ വമാ അമർത്തുക്കും ബിഹി, ഞാൻ എന്ത് കൽപ്പിച്ചോ അത് പൂർണ്ണമായിട്ട് ഫഫ്അലു എന്ന് പറഞ്ഞിട്ടില്ല. ഫഫ്അലു മിൻഹു മസ്തതഅതു, നിങ്ങൾക്ക് പറ്റുന്നത് അതിൽ നിന്ന് ചെയ്യുക എന്നാണ്. പക്ഷേ ഹറാമിന് പറഞ്ഞപ്പോൾ ആ ഒരു കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമാണോ ഒഴിവാക്കുക എന്നേ ഉള്ളൂ, കഴിവിൻ്റെ പരമാവധി എന്നില്ല. പല ആളുകളും പറയുന്ന കാര്യം, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, ഹറാമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒഴിവാക്കുക എന്നുള്ള ഒരു ഓപ്ഷനെ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് ഈ പറഞ്ഞ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളെ പൊളിച്ചു കളയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദ്റൂന മൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അതായത് ഒന്നുമില്ലാത്ത പാപ്പരായ ആളുകൾ ആരാണ്? സ്വഹാബത്ത് പറഞ്ഞു, അൽ മുഫ്ലിസു ഫീന മൻ ലാ ദിർഹമ ലഹു വലാ മതാ, ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണമോ അതല്ലെങ്കിൽ വേണ്ട സമ്പാദ്യമോ ഇല്ലാത്തവരാണ് റസൂലെ ഞങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മത്തിലൊരു വിഭാഗമാണ്. എന്താണ് അവരുടെ പ്രശ്നം? അവർ നാളെ ഖിയാമത്ത് നാളിൽ വരും, ബിസലാത്തിൻ, സൽക്കർമ്മ നമസ്കാരവുമായി, വസിയാമിൻ, നോമ്പുമായി, വസക്കാത്തിൻ, സക്കാത്തും നിർവഹിച്ചിട്ടുണ്ടവർ, വയതീ വഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വദറബ ഹാദാ ഫയുഅതാ ഹാദാ മിൻ ഹസനാതി. പക്ഷേ എന്താണ്, ഓരോരുത്തർ വരും, എന്നിട്ടെന്ത് പറയും? ഇവൻ എന്നെ ശകാരിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ അടിച്ചിട്ടുണ്ട്, ഇവൻ എൻ്റെ മാല് കട്ടെടുത്തിട്ടുണ്ട്, ഇവൻ എൻ്റെ രക്തം ചിന്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അക്രമം പ്രവർത്തിച്ചവരായിട്ടുള്ള ആരൊക്കെയുണ്ടോ ദുനിയാവിൽ, അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഫയുഅതാ ഹാദാ മിൻ ഹസനാതിഹി, ഇതവൻ്റെ സൽക്കർമ്മങ്ങളിൽ നിന്നാണ്. വഹാദാ മിൻ ഹസനാതിഹി, ഇതവൻ്റെ സൽക്കർമ്മങ്ങളിൽ നിന്നുള്ളതാണ്. ഫഇൻ ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ദാ മാ അലൈഹി, ഇനി അവൻ്റെ നന്മകൾ തീർന്നു കഴിഞ്ഞാൽ ഉഖിദ മിൻ ഖതായാഹും ഫതുരിഹത് അലൈഹി, ആ ഉപദ്രവിച്ച ആളുകൾ ആരൊക്കെയാണോ അവർ അവരുടെ തെറ്റുകുറ്റങ്ങൾ പിന്നീട് ഇവനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർക്കുമെന്നുള്ളതാണ്. എന്നിട്ട് സുമ്മ തുരിഹ ഫിന്നാർ, നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടും. എന്നാലോചിച്ച് നോക്കിയേ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിന് നമ്മൾ കൂടുതൽ പരാജയപ്പെട്ടു പോകുന്ന കാര്യം നമ്മുടെ നാവാണ്. പലപ്പോഴും ഈ പറഞ്ഞ കൂട്ടത്തിൽ രക്തം നമ്മൾ ചിന്താറില്ല, അതുപോലെ തന്നെ സമ്പത്ത് നമ്മൾ കൊള്ളയടിക്കാറില്ല, അതൊന്നും ഒരു പക്ഷേ നമ്മൾ ചെയ്യാറുണ്ടാകില്ല. പക്ഷേ നാവ് കൊണ്ട് നമ്മൾ പലരെയും ഉപദ്രവിച്ചിട്ടുണ്ടാകും. നാവ് എന്നുള്ളത് വളരെ അപകടകരമായൊരു അവയവമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലാണ്. അതായത് ഒരടിമ ഒരു വാക്ക് സംസാരിക്കും, അവനതിനൊരു വിലയും കൽപ്പിച്ചിട്ടുണ്ടാവില്ല, ലാ യുൽഖി ലഹാ ബാലൻ. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കോപത്തിന് വിധേയമാകുന്ന വാക്കായിരിക്കും. അതുകൊണ്ട് അവൻ യഹ്വി ബിഹാഫി ജഹന്നം, നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് അവൻ ആപതിച്ചു പോകുമെന്നാണ്. എത്രയോ വാക്കുകൾ നമ്മൾ സംസാരിക്കുന്നുണ്ട് പല ആളുകളെയും പറ്റി എന്ന് പറയുമ്പോൾ ഗീബത്ത് നമുക്കറിയാം അത് എന്താണ്, തെറ്റാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുമില്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളവരാണ്. എന്നാൽ തന്നെ നമ്മളിൽ നിന്ന് വരാറുള്ളൊരു കാര്യമാണ്, പണ്ഡിതന്മാർ ഈ വിഷയം എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് പറഞ്ഞതായി കാണാം, ഗീബത്ത് എന്നുള്ളത് ഒരാളുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ, അവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, അവൻ വെറുക്കുന്ന കാര്യം അവൻ്റെ അഭാവത്തിൽ മറ്റൊരാളോട് പറയുക എന്നതാണ് ഗീബത്ത്. ഇത് എത്രത്തോളം വരുമെന്നാണ്
നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളെക്കുറിച്ചൊരു യാത്രയിൽ ഇങ്ങനെ പോവുകയാണ്, അതല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുകയാണ് എങ്കിൽ നമ്മൾ ഒരാളെക്കുറിച്ചൊരു കാര്യം പറയാനിങ്ങനെ വരും അല്ലേ. എന്നിട്ട് നമ്മളെന്ത് പറയും? എന്ത് പറയാനാണ്, ഒന്നും പറയണ്ട, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, പറഞ്ഞാൽ ഗൈബത്താവും, ഒന്നും പറയണ്ട, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഈ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്നവന് എന്താണ് തോന്നുക? ഇവനെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ. അതുവരെ ഇതിൻ്റെ പരിധിയിൽ വരുമോ എന്ന് നമ്മൾ ഭയപ്പെടണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നാലോചിക്കും, പറഞ്ഞിട്ടില്ലൊന്നും, പക്ഷേ നമ്മൾ എന്താണ് പറയാറ്? സ്വാഭാവികമായിട്ട് എല്ലാവരും പറയാറുള്ളതാണ്. നമ്മൾ പറയാൻ വന്നാലും നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരും, പറയാൻ പാടില്ലല്ലോ. ഇപ്പം എന്ത് പറയും? ഒന്നും പറയണ്ട, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഈ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് ആ വാക്കിൽ അത് വരുന്നുള്ളൂ. എന്നാൽ ആ സമയം നേരെ മറിച്ച് ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്ത് ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കാനൊന്നും പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല. പക്ഷേ ആ സമയത്ത് നമ്മളങ്ങനെ പറയും. അതുവരെ മറ്റവൻ എന്താണ് ഉണ്ടാക്കുന്ന ധാരണ? അവൻ മറ്റവനെ പറ്റി മോശമായ ധാരണയാണ്. എന്താണ്? അവനെന്തോ പ്രശ്നമുണ്ടെന്നല്ല. അതുവരെ ശ്രദ്ധിക്കണമെന്നാണ് എങ്കിൽ ഗീബത്തിൻ്റെ വിഷയം നമ്മൾ എത്ര ശ്രദ്ധിക്കണം? ഇതെല്ലാം നാളെ പരലോകത്ത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അടുത്തൊരു കാര്യമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് തെറ്റുകുറ്റങ്ങളുടെ അനന്തരഫലമായി എണ്ണിയ കാര്യമാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തടയപ്പെടുക എന്നുള്ളത്. അതിന് വ്യക്തമായൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട് നമുക്ക്. എന്താണ്? നിങ്ങൾ കേട്ടതായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ആ ഹദീസ് വായിക്കുന്നില്ല. ഒരു വ്യക്തി, അദ്ദേഹം ദീർഘ യാത്രയിലാണ്. യാത്രയിൽ ആ വ്യക്തിയുടെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് യാത്രയുടേതായ എല്ലാ ക്ഷീണവും ആ വ്യക്തിക്ക് ബാധിച്ചിട്ടുണ്ട്. മുടി ജട പിടിച്ചിട്ടുണ്ട്, ഡ്രസ്സ്, ശരീരം പൊടിപടലങ്ങൾ നിറഞ്ഞിട്ടുണ്ട്, ഒരു ക്ഷീണിതനായ അവസ്ഥയിലാണ്. എന്നിട്ട് ആ വ്യക്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന്. ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്ങനെ ഈ വ്യക്തിക്ക് ഉത്തരം ലഭിക്കാനാണ് ഇത്? ഒന്ന് ചിന്തിക്കണം. ഈ ഹദീസിനെ നമ്മൾ ശരിക്ക് ചിന്തിക്കണം. ഒരു വ്യക്തിക്ക് ഒരാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും ഈ വ്യക്തിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒന്ന്, യാത്രക്കാരനാണ്. യാത്രക്കാരൻ്റെ ദുആഇന് ഉത്തരമുണ്ട് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തത്, ഈ വ്യക്തി അങ്ങേയറ്റം ക്ഷീണിതനാണ്, ദുർബലനാണ്, ക്ഷീണം ബാധിച്ച വ്യക്തിയാണ്. പ്രയാസം അനുഭവിക്കുന്നവൻ്റെ പ്രാർത്ഥന അതും ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള പ്രാർത്ഥനയാണ്. മൂന്നാമത്തെ കാര്യം, ഈ വ്യക്തി കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയവൻ്റെ കൈ വെറുതെ ആക്കി കളയാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രൂപത്തിൽ അള്ളാഹു ലജ്ജിക്കുന്നു എന്ന രൂപത്തിൽ ഹദീസിൽ വന്നതായി കാണാം. ചൂടാറിക്കോ, കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ട് ഓടിക്കുക. അതിൽ ഒരാൾ അത് വായിച്ചു കൊടുത്താൽ മതി. ഒരാളെ മാത്രമേ ശ്രദ്ധ പോകും. ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ പിന്നെ എന്താണ് നമ്മളെ അവസ്ഥ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എങ്കിൽ എന്താണ് നമ്മളെ അവസ്ഥ? അള്ളാഹുവിലേക്ക് എന്ത് നിലക്കും നമ്മൾ ആവശ്യക്കാരാണ്. ഏതൊരു വിഷയം, രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതെന്നാണ്. അതായത് നമ്മുടെ കാര്യം നമ്മെ ഏൽപ്പിച്ചാൽ കഴിഞ്ഞ് കാര്യം, നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല. ഒന്നും നമ്മുടെ സ്വന്തം കാര്യം നിയന്ത്രിക്കാൻ നമുക്ക് കഴിവില്ല. ഫുൾ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹുവിനോട് ചോദിക്കേണ്ടവരാണ് നമ്മൾ. എന്ത് പ്രയാസം വന്നാലും ഒരാളും സഹായിക്കാനില്ലാത്ത, ലോകത്ത് മുഴുവൻ ആളുകൾ ഒരുമിച്ച് കൂടിയാലും ഒരുപക്ഷെ നമ്മെ സഹായിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ടാവും. ഒരാളോടും തുറന്ന് പറയാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടാവും, മാനസിക പ്രയാസങ്ങളുണ്ടാവും. എവിടെയാണ് ഇതിൻ്റെ ഒരു പരിഹാരം? അള്ളാഹുവിനോട് ചോദിക്കുക എന്നല്ല. അള്ളാഹു ഉത്തരം തരാതെ, അള്ളാഹു പരിഗണിക്കാതെ എന്താണ് നമ്മുടെ അവസ്ഥ?
സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ ദുആ ഇല്ലായിരുന്നെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്. ദുആക്ക് ഉത്തരം തടയപ്പെടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം തീരുമാനമായിരുന്നു. ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ആ കാര്യമാണ്. ഈ വ്യക്തി അതാണെങ്കിൽ ഈ വ്യക്തി ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള പല കാര്യങ്ങളും യോജിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് യാത്രയാണ്, പ്രയാസം അനുഭവിക്കുന്ന ആളാണ്, കൈകൾ അല്ലാഹുവിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. നാലാമത്തെ കാര്യം യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകം വന്നിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ എന്ത് കാര്യമാണോ ചോദിക്കുന്നത് അതിനോട് യോജിച്ച അള്ളാഹുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യത അതിൻ്റെ മര്യാദകളുടെ കൂട്ടത്തിൽ പണ്ടത് മരണ്യ കാര്യമാണ്. റിസ്ക് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ക്കുമായി ബന്ധപ്പെട്ട അവൻ്റെ നാമം ചോദിക്കുക, യാ റസ്സാഖ് യാ റാസിഖ് എന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഇൽമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട നാമം വിളിച്ച് തേടിക്കൊണ്ട് ചോദിക്കുക അള്ളാഹുവിനോട്. ഈ കാര്യങ്ങളെല്ലാം യോജിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ദുആഇനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഅന്നാ യുസ്തജാബു ലിദാലിക, ഈ വ്യക്തിക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ്? എന്താണ് കാര്യം പറഞ്ഞത്? വമത്അമുഹു ഹറാം, അവൻ്റെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവൻ്റെ പാനീയം ഹറാമാണ്. വമൽബസുഹു ഹറാം, അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അവൻ ഊട്ടപ്പെട്ടിരിക്കുന്ന അവൻ വളർത്തപ്പെട്ടിരിക്കുന്നത് തന്നെ ഹറാമിലായിക്കൊണ്ടാണ്. എങ്ങനെ ഉത്തരം ലഭിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പറ്റ് അതല്ലെങ്കിൽ ഒരിറക്ക് വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഹറാമാണോ ഹലാലാണോ എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, ഇനിയൊരു വിഭാഗം ആളുകൾ വരാനിരിക്കുന്നുണ്ട്. എന്താണ്? അവർ ഭക്ഷണം അവർ കഴിക്കുന്ന സമയത്ത് ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കാത്തൊരു വിഭാഗം വരാനുണ്ട് എന്ന് ഹദീസിൽ കാണാം. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, ഒരു ഹറാമ് നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ ഹറാമിൻ്റെ ശിക്ഷയെക്കുറിച്ചല്ല. ഈ അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏത്? ദുആഇന് ഉത്തരം തടയും വളരെ പ്രയാസകരമായ ഓരോ ദിവസവും നമുക്ക് ആവശ്യങ്ങളാണ്. ഇത് അല്ലാഹുവിനോട് ചോദിക്കാൽ അത് ഉത്തരം ലഭിക്കുകയില്ല എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ഹറാം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. ഇനി ആര് എതിർത്താലും, ലോകത്തുള്ള ആളുകളെല്ലാം നമ്മളെ കുറ്റപ്പെടുത്തിയാലും, നാട്ടുകാരും കുടുംബക്കാരും എല്ലാം കുറ്റപ്പെടുത്തിയാലും, ഹറാമായ സമ്പാദ്യമാണോ ജോലിയാണോ നമ്മൾ ചിന്തിക്കണം. ആവശ്യത്തിൽ നമ്മൾ പരിശോധിക്കണം, നമ്മുടെ സമ്പാദ്യം ഹലാലാണോ ഹറാമാണോ. സംശയമുണ്ട് എങ്കിൽ ആ സന്ദർഭം സാഹചര്യം കൃത്യമായി അറിവുള്ളവരോട് പറഞ്ഞു കൊടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം, ഈ ജോലിയിൽ എനിക്ക് തുടരാൻ പറ്റുമോ ഇല്ലയോ. പല ഇടപാടുകളും ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക. പലതിലും ഹറാമ് പല നിലക്കും കടന്നു വരുന്ന പല ജോലികളുണ്ട്. കച്ചവടങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കച്ചവടത്തിൻ്റെ മസാലകൾ പഠിക്കാത്തവൻ കച്ചവടം ചെയ്യാൻ നിൽക്കാൻ പാടില്ല. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, ഏത് മേഖലയിലാണ് ഹറാമ് കടന്നു വരുന്നത്. ഇനി നമ്മളേറെ പ്രതീക്ഷയോടെ വളർത്തും നമ്മുടെ മക്കൾ, അവരെ നമ്മൾ ഈ ഹറാമായ സമ്പാദ്യം കൊടുത്താണ് വളർത്തുന്നത് എങ്കിൽ അവർ വളർത്തപ്പെടുന്നത് ഈ ഹറാമ് കൊണ്ടാണ്. അവരുടെ ജീവിതത്തിലൊരു അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. വളരെ ചിന്തിക്കേണ്ട വിഷയം. അതുകൊണ്ടാണ് ജോലി എന്നുള്ളത് ഒരു നിർബന്ധിതാവസ്ഥയല്ല. പല ആളുകളും പറയും എന്ത് ചെയ്യാനാണ്, ദുറൂറത്തിൻ്റെ അവസ്ഥയിലാണെന്ന്. ജോലി ഒരു ദുറൂറത്തായിട്ട് പരിഗണിക്കണില്ല. ജോലി എന്നുള്ളത് അത് കൂടുതൽ ആവശ്യം നിങ്ങൾ പഠിക്കാൻ തയ്യാറാകണം. അത്തരത്തിലുള്ള ജോലികൾ ഹറാമും ഹലാലുമെല്ലാം കൂടിക്കലർന്ന അതല്ലെങ്കിൽ ഹറാമ് വരുന്ന ജോലികൾ ചെയ്യുന്നവരുണ്ട് എങ്കിൽ കൂടുതൽ ആവശ്യം പഠിക്കാൻ തയ്യാറാകണം, അറിവുള്ളവരിലേക്ക് മടക്കുക. ഏതായാലും നമ്മളുടെ സമ്പാദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹറാമായിട്ടാണ് നീ സമ്പാദിക്കുന്നത് എങ്കിൽ നിനക്ക് ശിക്ഷയുണ്ട്. ഹറാമായിട്ടാണ് സമ്പാദിക്കുന്നതെങ്കിൽ ശിക്ഷയുണ്ട്. ഹലാലായിട്ടാണ് നീ സമ്പാദിക്കുന്നത് എങ്കിൽ ഓരോന്നിനും മറുപടി പറയണം. ഒരു രൂപക്കും
ഒരു മറുപടി പറയാതെ നാളെ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. രണ്ട് നിലക്കും പ്രശ്നം. ഹറാമാണെങ്കിൽ ശിക്ഷയുണ്ട്, ഹലാലാണെങ്കിൽ മറുപടി പറയണം. ഇതെങ്ങനെ സമ്പാദിച്ചു, വഫീമാ അൻഫഖഹു, ഇതെങ്ങനെ ചെലവഴിച്ചു. സമ്പാദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ പോരാ, എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിനും കൂടി മറുപടി പറയണം. അത്ര ഗൗരവമുള്ള വിഷയമാണ് സമ്പാദ്യം എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം അതിലെ ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളയുവാനും അതുപോലെ തന്നെ ആ സമ്പാദ്യം അത് തടയപ്പെടാനും കാരണമാണ് തെറ്റുകുറ്റങ്ങൾ എന്നുള്ളതാണ്. വ്യക്തമായി ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇന്ന റജുല ലയുഹറമു റിസ്ഖ ബിദ്ദംബി യുസീബുഹു, ഒരുത്തൻ അവൻ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ട് അവന് റിസ്ക് തടയപ്പെടും, അവൻ്റെ ഉപജീവനം തടയപ്പെടും. ഉപജീവനം എന്ന് പറഞ്ഞാൽ സമ്പാദ്യം മാത്രമല്ല, അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഉപജീവനം എന്ന് പറഞ്ഞാൽ പൈസ മാത്രമല്ല, സമ്പത്ത് മാത്രമല്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ദുനിയാവിൽ ആവശ്യമായത് എന്തൊക്കെയുണ്ട് അതെല്ലാം അവൻ്റെ റിസ്ക്കാണ്. അവൻ്റെ റിസ്ക്കാൻ കുടുംബം, ഭാര്യ, മക്കൾ, അഭിമാനം, അവൻ എന്തൊക്കെ ഈ ഭൂമിയിൽ ആവശ്യമുണ്ട് അതെല്ലാം അവൻ്റെ റിസ്ക്കാൻ. സമ്പത്ത് മാത്രമല്ല അതിൽ പെടുക. സമ്പത്തിൻ്റെ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ റിസ്ക് നമുക്ക് തടയപ്പെടാൻ നമ്മുടെ പാപങ്ങൾ കാരണമാകും എന്നുള്ളതാണ്. അത് വ്യക്തമായ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, നമ്മളൊരുപാട് അനുഗ്രഹത്തിലാണ്, എണ്ണിയാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല. അത് കൃത്യമാണ്, അത് അള്ളാഹു പറഞ്ഞതാണ്. 2 തവണ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞു, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്ത് നിങ്ങൾ എണ്ണുകയാണ് എങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കൃത്യമാണ്, കറക്റ്റാണ്. എണ്ണാൻ നമ്മളൊന്നിരുന്ന് നോക്കണം. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സമ്പാദ്യത്തിലും അതുപോലെ തന്നെ അഭിമാനത്തിലും നിർഭയത്വത്തിലാണ്, കുടുംബത്തിൻ്റെ വിഷയത്തിലും എല്ലാം നിർഭയത്വത്തിലായിട്ട് രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരുത്തൻ, അതുപോലെ തന്നെ അവന് ആ ദിവസം ജീവിക്കാനുള്ള സമ്പാദ്യവും അവൻ്റെ കയ്യിലുണ്ട് എങ്കിൽ അവൻ ദുനിയാവ് മൊത്തം ലഭിച്ചൊരു രാജാവിനെ പോലെയാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് നമ്മളെല്ലാവരും എല്ലാ ദിവസവും രാജാക്കന്മാരായിട്ടാണ് ഉറക്കം എഴുന്നേൽക്കുന്നത്. എന്നാലോചിക്കുക, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ കാരണമാണ് തെറ്റുകുറ്റങ്ങൾ. അത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. എന്താണ്? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഇത് നേരെ മലയാളത്തിലേക്ക് പലരും ഇത് പറയാറുള്ളത് സ്വന്തം നന്നാകാത്തിടത്തോളം കാലം അള്ളാഹു നന്നാക്കുകയില്ല എന്നാണ്. ഇതിൻ്റെ തഫ്സീറുകൾ നമ്മൾ കൃത്യമായി പഠിച്ചാൽ മനസ്സിലാകുന്നത്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ ആ നിഅമത്ത് അള്ളാഹു എടുത്തു കളയുന്നു. നിഅമത്തുകൾക്ക് നമ്മൾ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ ആ നിഅമത്ത് നമ്മളിൽ നിന്ന് അള്ളാഹു പയ്യെ പയ്യെ എടുത്തു കളയും. പൂർണ്ണമായിട്ടും ആ നിഅമത്ത് അവസാനമില്ലാത്ത അവസ്ഥയിലാവും എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞതായി അവരുടെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾക്ക് ലഭിച്ച നിഅമത്ത് അത് നീങ്ങിപ്പോകാൻ കാരണം നമ്മുടെ പാപങ്ങളാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് അയ്ദീകും. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചിട്ടുണ്ടോ അത് നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. നിങ്ങളുടെ സ്വന്തം കരങ്ങൾ കൊണ്ട് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മുസീബത്ത് നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ളത്. ഇതുപോലെ പല സലഫുകളുടെയും ഖൗലുകൾ കാണാൻ സാധിക്കും. എന്താണ്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ. ഒരു ബലാവും ഒരു പരീക്ഷണവും ഇവിടെ ഇറങ്ങിയിട്ടില്ല പാപങ്ങൾ കൊണ്ടല്ലാതെ. വലാ റുഫിഅ ഇല്ലാ ബിതൗബ. ഒരു ബലാവും അത് ഉയർത്തപ്പെട്ടിട്ടില്ല തൗബ കൊണ്ടല്ലാതെ, തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള പാപമോചനം കൊണ്ടല്ലാതെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇതിലെല്ലാം ഉപരി, ഇതിനേക്കാളെല്ലാം നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ് നമ്മുടെ ആഖിബത്ത് എന്നുള്ളത്, നമ്മുടെ പര്യവസാനം, മരണം എന്നുള്ളത്.
അത് മോശമാകാൻ നമ്മുടെ രഹസ്യ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടൊരു കാരണമാണ്. വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. ഒരാളും കാണാതെ നമ്മൾ ചെയ്ത തെറ്റുകൾ, അതിൽ നിന്ന് നമ്മൾ പാപമോചനം തേടി പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ രഹസ്യമായി നമ്മുടെ കണ്ണുകൊണ്ടോ കൈകൾ കൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ നമ്മൾ ഭയപ്പെടണം. നമ്മുടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസാന സമയത്തെ നമ്മൾ ഭയപ്പെടണം. മോശം അവസാനമായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ അത് നമ്മുടെ അവസാനത്തെ ബാധിച്ചിരിക്കുന്ന കാര്യമാണ്. കാരണം അവസാനത്തിനനുസരിച്ചാണ് പ്രതിഫലം. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്ത്. അള്ളാഹു നോക്കുക അവസാനമാണ്. ഒരാൾ വലിയ ആലിമായി, പണ്ഡിതനായി, അതല്ലെങ്കിൽ ആബിദായി, വലിയ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തിയായി ജീവിക്കുന്ന ആളാണ് എങ്കിലും, 50 വർഷം ജീവിച്ചവനാണ് എങ്കിലും, അവൻ്റെ അവസാന ദിവസം അവൻ മോശമായിക്കൊണ്ടാണ് മരണമടയുന്നതെങ്കിൽ കാര്യമില്ല. അതാണെങ്കിൽ നമുക്കറിയുകയുമില്ല എപ്പോഴാണ്. അതാണ് അതിലേറെ അത്ഭുതകരമായത്. എപ്പോഴാണ് ഈ അവസാനം എന്നുള്ളത് അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഏത് നിമിഷവും നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട വിഷയമാണ്. നമ്മുടെ അവധി നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷേ അവധി നമുക്കറിയാമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പിന്നീട് തൗബ ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് ആ തൗബനെ നീട്ടിവെക്കാമായിരുന്നു. അതല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ഈ കാലഘട്ടം വരെ ചെയ്യുക, കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം വരെ, അതല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നത് വരെ, അതല്ലെങ്കിൽ ജോലി കിട്ടുന്നത് വരെ, അതല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത് വരെ. ഇങ്ങനെ പല ന്യായങ്ങളാണ് ആളുകൾ. ആ പറയുന്ന അവധി വരെ ഇവൻ്റെ അവധിയുണ്ടോ എന്നുള്ളത് ആ പറയുന്ന സമയത്ത് നമ്മളാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അതുകൊണ്ട് നമ്മുടെ ആഖിബത്ത്, അവസാനം നന്നാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം ശുദ്ധമായ ജീവിതമാക്കി മാറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞ അത്ഭുതകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, ഉറപ്പാണ്. നമ്മൾ പല നിലക്കുമുള്ള തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. തെറ്റിൽ നിന്ന് പാപമോചനം നടത്താൻ നമ്മൾ തയ്യാറാകണമെന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട്, ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞിട്ട് പല സ്വഭാവ ഗുണങ്ങളും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവർ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലെങ്കിൽ അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു ഇഹ്സാനുള്ളവരെ, തഖ്വയുടെ ഉയർന്നൊരു പദവിയാണ്, അതുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതേപോലെ തന്നെ എന്താണ്, ഇന്നല്ലാഹു യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സ്വഫ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് ചില ഗുണങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു പണ്ഡിതൻ പറയുകയാണ്, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഇഷ്ടം ചേർത്തി പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങളെല്ലാം ഞാനെടുത്ത് പരിശോധിച്ചു, പക്ഷേ അതിലൊന്നിൽ പോലും എന്നെ കണ്ടെത്താൻ എനിക്ക് സാധിച്ചില്ല. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവർ ഇഷ്ടപ്പെടും. അള്ളാഹു ഞാൻ തഖ്വയുള്ളവനാണോ എനിക്കുറപ്പില്ല. അള്ളാഹു മുഹ്സിനീങ്ങൾ ഇഷ്ടപ്പെടും, ഞാൻ മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിലാണ്, അദ്ദേഹത്തിന് ഉറപ്പില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുന്നവർ, യുദ്ധം ചെയ്യുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിന് ഉറപ്പില്ല. പക്ഷേ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ, അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ച് മടങ്ങുന്ന തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ഈ ആയത്തിൽ മാത്രമാണ് എനിക്ക് എന്നെ കണ്ടെത്താൻ പറ്റിയതെന്ന് ആലോചിക്കുക. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ ഒന്നിലും നമ്മൾ പെടുന്നില്ല എങ്കിൽ ഇതിൽ നമുക്ക് പെടാം. എളുപ്പമുള്ള കാര്യം, ഒരു പണിയില്ല. തൗബ ചെയ്യുന്നവൻ എന്താണ് തടസ്സം? ബാക്കിയുള്ള ഗുണവിശേഷണങ്ങളിലെല്ലാം പെടണമെങ്കിൽ എത്രയോ പ്രയാസമുണ്ട്, അതിലെല്ലാം പെടണം. പക്ഷേ ആ പണ്ഡിതൻ്റെ അവസ്ഥ നമ്മൾ ആലോചിച്ചു. ആ പണ്ഡിതൻ പരിശോധിച്ചിട്ട് ഇതിലൊന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ പറ്റിയില്ല. ഈ ആയത്തിൽ മാത്രമേ എനിക്ക് എന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുന്ന കാര്യമാണ് തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ കാരണമാക്കുന്ന കാര്യമാണ്. ഇനി തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെയാകണം അതുകൂടി നമ്മളൊന്ന് ചിന്തിക്കണം. കൃത്യമായ ഗുണപാഠം നമുക്ക് ചരിത്രത്തിലുണ്ട്. ഗാമിദിയ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ, ഇത് ശരിക്കും നമ്മൾ ചിന്തിക്കണം. ഈ ചരിത്രം
ആ സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയാണ്. റസൂലെ, ഞാൻ വ്യഭിചരിച്ചു. റസൂലെ, ഞാൻ വ്യഭിചരിച്ചു. എൻ്റെ മേൽ വിധി നടപ്പാക്കണം, ഹദ് നടപ്പാക്കണം എൻ്റെ മേൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ മടക്കി അയച്ചു. ആ പെണ്ണ് വീണ്ടും വന്നു, വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ പെണ്ണ് ഗർഭിണിയാണ്. റസൂൽ ആ സ്ത്രീയുടെ വലിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവളെയും കൊണ്ടുപോവുക, ഇവളെ നല്ല രൂപത്തിൽ നോക്കുക, പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം വരിക എന്ന്. പ്രസവിക്കാൻ പോയി. ആ വലിയൻ്റെ കൂടെ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ എടുത്ത് ആ സ്ത്രീ വരികയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോവുക, ഈ കുട്ടിക്ക് മുല കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. ഈ സ്ത്രീ പോയി മുലപ്പാൽ കുടിക്കുന്ന പ്രായഘട്ടം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ആ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണവുമായി ആ സ്ത്രീ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വരികയാണ്. എൻ്റെ മേൽ വിധി നടപ്പാക്കണമെന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിളിച്ചു. ആ സ്ത്രീ ഒരു കുഴിയിൽ ഇറക്കി നിർത്തി, അവരുടെ ശരീരം മുഴുവൻ കെട്ടി, തുണി കൊണ്ട് കെട്ടി, കല്ലെറിഞ്ഞ് വിധി നടപ്പാക്കുക എന്നുള്ളത് നമുക്കറിയാം. സ്വഹാബത്ത് എറിഞ്ഞു, ആ സ്ത്രീയുടെ മേൽ ആ വിധി നടപ്പാക്കി. നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഇതിന് നമ്മൾ ചിന്തിക്കാൻ ഒരുപാടുണ്ട്. ഒന്ന് നമ്മൾ നോക്കുക. ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിക സമൂഹത്തിൽ ഇതുപോലെ വ്യഭിചാരത്തിന് ശിക്ഷ നടപ്പാക്കിയ സംഭവം വളരെ അപൂർവമുള്ളൂ. കാരണം എന്താണ്? 4 സാക്ഷികൾ വേണം. 4 സാക്ഷികൾ എന്ന് പറഞ്ഞാൽ 4 പേരും കൃത്യമായിരിക്കണം. ഒരാൾ ഒരു സന്ദർഭത്തിൽ കണ്ട് മറ്റാൾ വേറെ 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ട കാര്യമില്ല. അതും വ്യഭിചാരം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടാകണം. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊന്നും കണ്ടതുകൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ട് പ്രവേശിക്കുന്നത് കണ്ടിട്ടുണ്ടാകും, എന്നാൽ മാത്രമേ ഇത് നടപ്പാക്കുള്ളൂ. 4 പേരും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അവരുടെ വാക്കിൽ. പ്രയാസകരമായ കാര്യമാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത്ര ശക്തമാക്കിയത് ഇസ്ലാം? ഒരാളുടെ അഭിമാനത്തിന് അത്രമാത്രം പവിത്രതയുണ്ട് എന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ ചിന്തിക്കാം, ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി വ്യഭിചരിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഭരണാധികാരിയോട് വന്ന് പറയേണ്ടതുണ്ടോ? നിർബന്ധമില്ല. ഈ സ്ത്രീക്ക് പറയണമെന്ന് നിർബന്ധമില്ല. റസൂലിനോട് പറയേണ്ടതില്ലായിരുന്നു. സ്ത്രീക്ക് തൗബ ചെയ്ത് ജീവിക്കാമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് പറഞ്ഞു. ഒന്നാമത്തെ ആ സ്ത്രീയുടെ തഖ്വ നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്തെ പോയിൻ്റ് എന്താ? രണ്ടാമത്, ഒരു സ്ത്രീ വ്യഭിചരിച്ചു, ഓക്കെ ശരി. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു, വിധി നടപ്പാക്കാൻ പറഞ്ഞു. വിധി നടപ്പാക്കാനാണ് പറയുന്നത്. റസൂലെ, ഞാൻ എന്ത് ചെയ്യും? ഞാനിങ്ങനെ ചെയ്തു പോയി, എനിക്കെന്തെങ്കിലും എക്സ്ക്യൂസ് ഉണ്ടോ? അതല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും എന്നല്ല ചോദിക്കണം. വിധി നടപ്പാക്കാനാണ് പറയുന്നത്. റസൂലിനോട് അങ്ങോട്ട് കൽപ്പിക്കുന്നു, വിധി നടപ്പാക്കാൻ. അടുത്ത പോയിന്റ്, ഈ സ്ത്രീയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോയി പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു. ശരി, വ്യഭിചരിച്ചു, ആ സമയത്ത് ഈമാനുണ്ടായിരുന്നു, വിധി നടപ്പാക്കാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 9 മാസവും ചില്ലറ ദിവസവും ഗർഭിണിയായതിൻ്റെ ഒരു ഗർഭാവസ്ഥ കാലഘട്ടത്തിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും സഹിച്ച് ഒരു സ്ത്രീ പ്രസവിക്കുന്ന സമയത്തൊരു കുട്ടിയോടുണ്ടാകുന്ന ഒരു വാത്സല്യം അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ സന്ദർഭം ആ സ്ത്രീയെ പിടിച്ചു നിർത്തിയില്ല എന്നുള്ളതാണ്. ഈ 9 മാസം കഴിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ ആ നിലപാടിൽ മാറ്റില്ല. ഈ എല്ലാവിധ സാഹചര്യങ്ങളും ഈ വാത്സല്യവും ഈ സ്നേഹവും എല്ലാം ഒഴിവാക്കി ആ ജനിച്ച കുട്ടിയുമായിട്ടാണ് ആ സ്ത്രീ പിന്നെയും വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ. ശരി, ആ സ്ത്രീ വന്നു, വീണ്ടും വിധി നടപ്പാക്കാനാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ചു. 2 വർഷം കഴിഞ്ഞിട്ട് ആ സ്ത്രീ പിന്നെ വരെയാണ് റസൂലെ വിധി നടപ്പാക്കാൻ. 2.5 വർഷം അതല്ലെങ്കിൽ 3 വർഷക്കാലം ഈ സ്ത്രീയുടെ നിലപാടിലൊരു മാറ്റമില്ല എന്നുള്ളത്. ഇതെന്താണ് നിലപാട്? വെറുതെ വന്നിട്ട് സ്വന്തം കുറ്റം ഏറ്റുപറയലല്ല, സ്വന്തം ശരീരത്തെയാണ് അപകടത്തിലാക്കാൻ പോകണം. സ്വന്തം ശരീരത്തെ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. എത്രമാത്രം
ആ സ്ത്രീയുടെ ഈമാനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. 3 വർഷം ആ സ്ത്രീക്ക് ഒരിക്കൽ പോലും തോന്നിയില്ല എന്നുള്ളതാണ്. എന്തിന് ഞാൻ എൻ്റെ ശരീരത്തെ കൊടുക്കണം, എന്തിനെൻ്റെ ശരീരത്തെ ഞാൻ കൊടുക്കണം? ആ സ്ത്രീയുടെ നിലപാടിൽ മാറ്റമുണ്ടായിരുന്നില്ല. 3 വർഷം കഴിഞ്ഞിട്ടാണ് ആ സ്ത്രീ വീണ്ടും വരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടുതി നടപ്പാക്കി. ആ സമയത്ത് സംഭവിക്കുന്ന ഒരു സംഭവം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ മേൽക്ക് കല്ലെറിയുന്നതിനിടയിൽ ആ സ്ത്രീയുടെ രക്തം അദ്ദേഹത്തിൻ്റെ ശരീരത്തേക്ക് പതിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യഭിചരിച്ച ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് ഖാലിദ് റളിയല്ലാഹു അൻഹു ചെറിയൊരു സുഖമല്ലാത്ത രൂപത്തിൽ, അതിനോടൊരു വെറുപ്പ് പോലെ ആ രൂപത്തിൽ ഖാലിദ് റളിയല്ലാഹു അൻഹു പെരുമാറിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലിദേ, ഈ സ്ത്രീ ചെയ്ത തൗബ എന്നുള്ളത് മദീനയിലെ 70 ആളുകൾക്ക് വീതിച്ചു കൊടുത്താലും അത് പകരമാവുകയില്ല എന്നുള്ളതാണ്. സ്വന്തം നഫ്സിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്ത സ്ത്രീയെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ് ഖാലിദേ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ആലോചിച്ച് നോക്കിയേ, ഇതാണ് തൗബയുടെ ഒരു ഉദാഹരണം. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ, ഇത് റസൂലിൻ്റെ സ്വഹാബത്തിൽ ഒരാളുടെ ചരിത്രമാണ്. ഇങ്ങനെ ഈമാനുള്ള സമൂഹത്തെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തത്. ഇങ്ങനെ ഈമാനുള്ള സമൂഹത്തെയാണ്. അതിൻ്റെ മുമ്പന്തിയിലുള്ളവരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു. എന്നിട്ട് അങ്ങനെയുള്ള സ്വഹാബത്തിനെയാണ് ഇവിടെ ആളുകൾ കുറ്റം പറയുന്നതും അധിക്ഷേപിക്കുന്നതും കാഫിർ എന്ന് വിളിക്കുന്നതും. ചിന്തിച്ചു നോക്കണം നമ്മൾ. ഇത് ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് ആ സ്വഹാബികളുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഇതാണ് തൗബയുടെ ഒരു ഉദാഹരണം. ഇങ്ങനെ ആയിരിക്കണം തൗബ, ആത്മാർത്ഥമായിരിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ നിങ്ങൾ തൗബത്തൻ നസൂഹ, തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, നസൂഹായ തൗബ നിങ്ങൾ അല്ലാഹുവിലേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉറപ്പുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന്. തെറ്റുകളുടെ പരിണിത ഫലമാണ് എങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്തത്ര ആപൽക്കരമാണ്. അതുകൊണ്ട് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാവുക, ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യുക, അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.